ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നോക്കാനുള്ളത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ചാണ്. എന്താണ് സ്പെക്ട്രം? സൺലൈറ്റ് ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറും. ഈ പ്രതിഭാസത്തെ നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ കിട്ടുന്ന ഡിഫറൻറ്റ് കമ്പോണന്റ് കളേഴ്സ്, വയലറ്റ് മുതൽ റെഡ് വരെയുള്ള കളറുകൾ നമ്മൾ സോളാർ സ്പെക്ട്രം എന്ന് പറയും. ഈ സോളാർ സ്പെക്ട്രം എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള 7 കളറുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്. പൊതുവെ സ്പെക്ട്രത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എമിഷൻ സ്പെക്ട്രം എന്നും അബ്സോർഷൻ സ്പെക്ട്രം എന്നും. ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള എലമെന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു വരുന്നത് കാണാം. ഇങ്ങനെ വരുന്ന റേഡിയേഷനുകൾ ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ കുറെ ലൈൻസ് ഉണ്ടാക്കും. ഇതിനെ നമ്മൾ ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയും. ഇങ്ങനെ ഒരു എലമെന്റിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ ഓരോ എലമെന്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രം ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എലമെന്റുകളുടെ സ്പെക്ട്രങ്ങളെ അതിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് പറയാൻ സാധിക്കും. കാരണം എലമെന്റുകളെ ആ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ എമിഷൻ സ്പെക്ട്രം സാധാരണയായി കിട്ടുന്നത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലെ വൈറ്റ് ലൈൻസ് ആയിട്ടാണ്. ഇനി ഒരു സബ്സ്റ്റൻസിന്റെ സൊല്യൂഷനകത്തൂടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷനിൽ ചില വേവ് ലെങ്തുകൾ മിസ്സിംഗ് ആയിരിക്കും. ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിനകത്തൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമുക്ക് കിട്ടുന്നത് ചില ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസ് ഇൻ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇതിനെ നമ്മൾ അബ്സോർഷൻ സ്പെക്ട്രം എന്ന് വിളിക്കും. ഈ ഡാർക്ക് ലൈൻസിന് കാരണം ആ സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്ത വേവ് ലെങ്തുകളായിരിക്കും. അബ്സോർഷൻ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാർക്ക് ലൈൻസ് ആയിട്ടായിരിക്കും. അബ്സോർഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റിന്റെ അബ്സോർഷൻ വഴി ഉണ്ടാകുന്ന സ്പെക്ട്രത്തെ നമ്മൾ അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയും. അതേസമയം ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രത്തെ നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. അബ്സോർഷൻ സ്പെക്ട്രം ഡാർക്ക് ലൈൻസ് ഇൻ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്. എമിഷൻ സ്പെക്ട്രം വൈറ്റ് ലൈൻസ് ഇൻ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടായിരിക്കും. അബ്സോർഷൻ സ്പെക്ട്രത്തിന് കാരണം ആ സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്ത വേവ് ലെങ്തുകളാണ്. അതേസമയം എമിഷൻ സ്പെക്ട്രത്തിന് കാരണം ആ ഹീറ്റ് ചെയ്ത എലമെന്റ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള എലമെന്റ് പുറത്തേക്ക് വിടുന്ന റേഡിയേഷൻ ആണ്. അബ്സോർഷൻ സ്പെക്ട്രം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും. അതേസമയം എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്ന കണ്ടിന്യൂസോ ഡിസ്കണ്ടിന്യൂസോ ആയിരിക്കാം. അടുത്തതായി നമുക്ക് നോക്കാനുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്നാണ്. ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുക, എന്നിട്ട് അതിലൂടെ ഇലക്ട്രിക് റേഡിയേഷൻ കടത്തിവിടുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിനെ ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ കുറേയധികം ലൈൻസ് അല്ലെങ്കിൽ കുറേയധികം ഗ്രൂപ്പ്സ് ഓഫ് ലൈൻസ് കാണാം. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടാവും. അത് താഴെ പറയുന്നതാണ്: ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ഇതിൽ ലൈമാൻ സീരീസ് അൾട്രാവയലറ്റ് റീജിയനിലും ബാൽമർ സീരീസ് വിസിബിൾ റീജിയനിലും ബാക്കിയുള്ളവയെല്ലാം ഇൻഫ്രാറെഡ് റീജിയനിലും ഉള്ളതായിരിക്കും. ഇങ്ങനെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ലൈൻസ് ഇവയൊക്കെയാണ്. ഈ
സ്പെക്ട്രൽ ലൈൻസിന്റെ പേരുകൾ ഓർമ്മിച്ചിരിക്കുക. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റുദർഫോർഡിന് സാധിച്ചില്ല. എന്നാൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ നൽകിയത് ബോർ എന്ന സയന്റിസ്റ്റ് ആണ്. ബോറിന്റെ ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ബോർ ആറ്റം മോഡൽ പഠിച്ച ശേഷം പഠിക്കാവുന്നതാണ്. താങ്ക് യു.